മാഷേ നമസ്കാരം. നമസ്കാരം. സഖാവ് പിണറായി വിജയൻ യഥാർത്ഥ സഖാവായി തീരുകയാണോ? സാദിഖ് അലി ശിഹാബ് തങ്ങളെയൊക്കെയാണ് വിമർശിച്ചിരിക്കുന്നത്. ജമായത്ത് ഇസ്ലാമിയുടെ അനുയായിയെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. വളരെ ദൗർഭാഗ്യകരമായി പോയി മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു. ശരിക്കും ദൗർഭാഗ്യകരമാണോ? അല്ല, ഇതൊക്കെ രണ്ടു കൂട്ടർക്കും രാഷ്ട്രീയമായ അവസരവാദം എന്നാണല്ലോ നമ്മൾ പറയുക. ഈ CPM-ഉം മുസ്ലിം ലീഗും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പാർട്ടിയും പാണക്കാട് തങ്ങളുടെ പാർട്ടിയും തമ്മിലൊക്കെ തരാതരം പോലെ ആത്മമിത്രങ്ങളെ പോലെ പെരുമാറുകയും അതുപോലെ തന്നെ കടുത്ത ശത്രുതയിൽ പെരുമാറുകയൊക്കെ ചെയ്യുന്ന കാലങ്ങൾ മാറി മാറി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. അതിലൊന്നും ഒരു വിശേഷവുമില്ല. അപ്പം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ പാണക്കാട് തങ്ങൾ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നയിച്ച, ഇപ്പോൾ VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഉൾപ്പെടെ 2 ജാഥകൾ, കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 ജാഥകൾ പോകുമ്പോൾ മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോയപ്പോൾ പിണറായി വിജയൻ ഒരു അക്ഷരം പോലും മുസ്ലിം ലീഗിനെ കുറിച്ച് പറയാതെ കടന്നുപോയ കാലമുണ്ട്. കാരണം മുസ്ലിം ലീഗിനോട് ഏതൊക്കെയോ തലത്തിലുള്ള ബാന്ധവം പ്രതീക്ഷിച്ചിരുന്നൊരു കാലമാണത്. ഏറ്റവും അടുത്ത കാലം വരെ മുസ്ലിം ലീഗിനെ പിണറായി കാര്യമായി വിമർശിക്കുകയോ കുഞ്ഞാലിക്കുട്ടി പിണറായിയെ രൂക്ഷമായി വിമർശിക്കുകയോ ചെയ്യാത്തൊരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലത്തിന് ചെറിയൊരു മാറ്റം വരികയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു ജമായത്തി അനുയായിയെ പോലെയാണ് സംസാരിക്കുന്നത് പറയാനുള്ള കാരണം എന്താ? അതെ, ഇതിപ്പോൾ ഒരു തെറിവാക്ക് പോലെ പ്രയോഗിക്കുകയാണ്. നമുക്ക് CPM-കാർക്ക് പിണറായി വിജയന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വന്നാൽ ഇപ്പോൾ 2 തെറിവാക്കുകൾ രാഷ്ട്രീയ തെറികളായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഒന്ന് സംഘിയാണെങ്കിൽ മറ്റൊന്ന് ജമായത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും 2 ഫോബിയയാണ്. അതായത് ഒന്ന് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാമോഫോബിയ തന്നെയാണ് ഈ സംഘി ഫോബിയ എന്ന് പറയുന്നത്. ഈ 2 ഫോബിയ രാഷ്ട്രീയക്കാരെ വല്ലാതെ നയിക്കുന്നുണ്ട്. എന്തിനാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാണക്കാട് തങ്ങൾ ജമായത്തെ ഇസ്ലാമിയുടെ അനുയായിയായി തീർന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജമായത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ്, റെലവൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാണ്? ജമായത്തെ ഇസ്ലാമിയെ കേരളം തിരിച്ചറിഞ്ഞതാണ്. തള്ളിക്കളഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ജമായത്തെ ഇസ്ലാമി എന്താണെന്ന് എല്ലാവർക്കും, അവർ ഏത് വേഷം കെട്ടി എന്തെല്ലാം വേഷത്തിൽ മലയാളത്തിന് മുമ്പിൽ കേരളത്തിൽ അവതരിച്ചതാണ്, ഏതെല്ലാം വേഷത്തിൽ വന്നത് ഓർമ്മയില്ലേ? ആണ് ഏതെല്ലാം. പക്ഷെ വന്നവർക്കൊക്കെ ഒരു ന്യായം, ഒരു നിർണായക ഘട്ടം വരുമ്പോൾ കാര്യം ബോധ്യപ്പെടും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സോളിഡാരിറ്റി വലിയ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ മൂവ്മെൻറ്റിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? CR നീലകണ്ഠനെ പോലുള്ള ആളുകളൊക്കെ അവരുടെ വലിയ ഫോർ ഫ്രണ്ടിൽ അവരോടൊപ്പം നിന്ന് പൊരുതിയതാണ്. അതേസമയത്ത് ഒരു ഘട്ടം എത്തിയപ്പോൾ സോളിഡാരിറ്റി ജമായത്തെ ഇസ്ലാമിയുടെ പാത വിട്ടുപോകുന്നുവോ അല്ലെങ്കിൽ അവർ കൈവിട്ടു പോവുമോ, അവർ ഈ കാമത്തുദ്ദീൻ്റെ ഒരു നിലയൊക്കെ വിട്ടുപോകുമോ എന്ന് തോന്നിയപ്പോൾ അവരെ നിലക്ക് നിർത്തി. ഇപ്പോൾ സോളിഡാരിറ്റി എവിടെ? കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അവർ, അപൂർവം. പക്ഷേ അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. സോളിഡാരിറ്റിയോടൊപ്പം പാരിസ്ഥിതികമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന ആളുകൾ, ഉദാഹരണത്തിന് CR നീലകണ്ഠൻ ജമായത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേർന്നില്ലല്ലോ. എന്താ അതിൻ്റെ കാരണം? ജമായത്തിൻ്റെ രാഷ്ട്രീയം, ജമായത്ത് ഒളിച്ചു കടത്തുന്ന രാഷ്ട്രീയം എന്താണെന്ന് അവർക്കറിയാം. അതിലേക്കുള്ള ആദ്യത്തെ പടിയാണ് പാരിസ്ഥിതികവാദം. അപ്പോൾ ആ പരിസ്ഥിതിവാദത്തിൻ്റെ കൂടെ നിന്നവരും രാഷ്ട്രീയവാദത്തിലേക്ക് കൂടെ പോയില്ല. അത് അതിൻ്റെ അർത്ഥം കൂടെ നിന്നവർക്കൊക്കെ ജമായത്തെ ഇസ്ലാമിയെ അറിയാമെന്നാണ്. മാധ്യമം തുടങ്ങിയ കാലത്ത് ജമായത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്ന, അല്ലെങ്കിൽ മാധ്യമം പത്രത്തിന് വേണ്ടി നന്നായി പണിയെടുത്ത ഒരുപാട് പേര്, ലിബറൽസ്, കമ്മ്യൂണിസ്റ്റുകാർ, നക്സൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എത്ര പേരുണ്ട്? അത് അവർക്ക് ക്രമേണ മനസ്സിലായി. ഇതൊരു ആദ്യത്തെ സ്റ്റെപ്പാണ്. നമ്മൾ ഈ കോൺക്രീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന തൂണുകളുണ്ടല്ലോ, അതാണ് ആദ്യം. അത് കോൺക്രീറ്റ് ഉറച്ചു കഴിഞ്ഞാൽ തട്ടുന്നവർക്കറിയാം. അത് അവർക്കും അറിയാം. അറിഞ്ഞുകൊണ്ട് അവർ ആ ഘട്ടത്തിൽ നിന്നേ ഉള്ളൂ. അപ്പോൾ ജമായത്തിന് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജമായത്തെ ഇസ്ലാമിയുടെ ഒന്ന് ആലോചിച്ചു, ഇപ്പോഴും മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എവിടെ ജമായത്തെ ഇസ്ലാമി? മുസ്ലിം ലീഗിൻ്റെ ഒരു 4/1 പോലും സ്വാധീനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എത്ര പഞ്ചായത്തുകളിലാണ് ആകെ? അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് എനിക്ക് കൃത്യമായ കണക്കെൻ്റെ കയ്യിലില്ല. എന്തായാലും മുസ്ലിം ലീഗിനെ അപേക്ഷിച്ചിട്ട് ഒരു ശക്തി പോലും അല്ല. ഒരു നിയമസഭാ സീറ്റിലേക്ക് ഇതുവരെ ജയിച്ചിട്ടില്ല. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പോലും, ഒരു ഗ്രാമപഞ്ചായത്ത് പോലും സ്വന്തമായിട്ട് ഭരിച്ചിട്ടില്ല. ചില പഞ്ചായത്തുകളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഓരോ സീറ്റുകൾ കിട്ടിയെന്നല്ലാതെ വെൽഫെയർ പാർട്ടിക്ക് എന്ത് സ്വാധീനമുള്ളത്? ജമായത്തെ ഇസ്ലാമി ഇനി കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്താൽ ഒറ്റപ്പെട്ട ചില മഹല്ലുകളിലല്ലാതെ ജമായത്തെ ഇസ്ലാമിക്ക് എന്ത് സ്വാധീനമുള്ളത്?
ഇപ്പോൾ കുറേ കൂടി വ്യാപകമായി പല പ്രദേശങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പള്ളിയും അല്ലെങ്കിൽ ഒരു കൊച്ചു സ്ഥാപനം ഒക്കെ ഉണ്ടാവാം. ആ സ്ഥാപനവും ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടവരല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെ ഇവരെന്തിനാണ് ഇത്ര വലുതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പറഞ്ഞാലും പാണക്കാട് തങ്ങൾ കുടുംബം ഒരേ സമയം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗമായ സുന്നികളുടെ നേതാവാണ്, ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു വലിയ പാർട്ടിയെ, വലിയൊരു നേതാവിനെ ഒരു കൊച്ചു ഫണ്ടമെൻ്റൽ പ്രസ്ഥാനത്തിൻ്റെ അനുയായിയാക്കി തീർക്കുന്നതിൽ പിണറായി വിജയൻ അനുഷ്ഠിക്കുന്നത് ചരിത്രവിരുദ്ധമായ സംഗതിയല്ലേ, പരിഹാസ്യമായൊരു പ്രസ്താവനയല്ലേ അത്? പാണക്കാട് തങ്ങളെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും ഒക്കെ രാഷ്ട്രീയം പറയണമെങ്കിൽ പറയാം, അത് പറയാൻ എമ്പാടും ഉണ്ട് താനും. നമ്മളൊക്കെ തന്നെ പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാൻ നമുക്ക് അവകാശമുണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളത് ചെയ്യാറുമുണ്ട്. പക്ഷേ പിണറായി വിജയനെ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധം ഉണ്ടാക്കാത്തവരാണോ CPM? എത്രയോ മാറിയുള്ള ആയിട്ട് ബന്ധം ഉണ്ടാക്കാത്തവരാണോ? ഇല്ല, എല്ലാവരോടൊക്കെ പല പഞ്ചായത്തുകളിലും CPM ഭരിക്കുന്നത് അവരുമായിട്ട് കൂടി ഭരിച്ചിട്ടുണ്ട്, പലയിടത്തും അവരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, പിന്തുണ വാങ്ങിയിട്ടുണ്ട്. പോട്ടെ, ജമാഅത്തെ ഇസ്ലാമി വലിയ ത്യാഗം അനുഭവിച്ചവരാണ്. ജമാഅത്തെ ഇസ്ലാമി അക്കാര്യത്തിൽ ഇടതുപക്ഷം സ്തുതിക്കണം. പലപ്പോഴും ഇവർ ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തിരുന്നത് വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്യാനാണ്. വ്യക്തികളുടെ മൂല്യം നോക്കി വോട്ട് ചെയ്ത കാലത്ത് എത്ര CPMമാർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്? അത് കഴിഞ്ഞിട്ട് എൻ ബ്ലോക്കായിട്ട് ഒരു മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു. മൂല്യം നോക്കിയിട്ട് മുന്നണിയെ പിന്തുണക്കാൻ ഓരോ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കും, ഞങ്ങളുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന മുന്നണിക്കാണ് എൻ ബ്ലോക്കായിട്ട്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല, മണ്ഡലങ്ങൾ തിരിച്ച് വ്യക്തിയാധിഷ്ഠിതമായിരുന്നു, പിന്നെ മുന്നണി അധിഷ്ഠിതമായി. അപ്പോഴും ഇടതുപക്ഷത്തിന് എത്ര തെരഞ്ഞെടുപ്പുകൾ ജമാഅത്തെ ഇസ്ലാം പിന്തുണച്ചിട്ടുണ്ട്? ഇപ്പോൾ സമീപകാലത്ത് UDFനാണ് പിന്തുണ. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിശ്ചയമല്ലേ? വേണമെങ്കിൽ ഇവർക്ക് പറയാം, പണ്ട് ഷാജിയൊക്കെ പറഞ്ഞിരുന്നു, അഴീക്കോട് മണ്ഡലമായതുകൊണ്ട് പറഞ്ഞാണ്, ഷാജി പറഞ്ഞിരുന്നു എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതുകൊണ്ട് അവിടെ ഗുണമുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അത്രയേറെ സ്വാധീനിക്കാവുന്ന വോട്ടുകളുടെ എണ്ണം അവർക്ക് ഇല്ല അവിടെ. രണ്ടാമത്തെ കാര്യം, ആ പറച്ചിൽ കൊണ്ട് മറുപക്ഷത്തു നിന്ന് വോട്ടുകൾ കിട്ടുകയും ചെയ്യും. അതാണ്. അതല്ലാതെ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട പറച്ചിൽ ഒഴിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടാത്തത് ആരാണ് കേരളത്തിൽ? അങ്ങനെ വരുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇനി മുസ്ലിം ലീഗ്, അടിസ്ഥാന പ്രശ്നം, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തെ ആന്തരികമായി സ്വാധീനിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യക്ഷത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും, പ്രത്യേകിച്ച് മലബാറിലെങ്കിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ട നിശ്ചയിക്കുന്നതിൽ മാധ്യമം പത്രവും മീഡിയ വണ്ണും സ്വാധീനിക്കുന്നുണ്ട്. അതൊരു മാധ്യമത്തിൻ്റെ സമർത്ഥമായ ഒളിച്ചു കടത്തലാണ്, വർഗീയതയുടെ ഒളിച്ചു കടത്തൽ. ഇപ്പോൾ പിന്നെ വലിയ പുരോഗമനങ്ങൾ പറഞ്ഞിട്ട് അത് പക്ഷേ എക്സ്പോസ്ഡ് ആവുന്നേ, അതിവേഗത്തിൽ എക്സ്പോസ്ഡ് ആവും. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, മാധ്യമത്തിൻ്റെ കാലത്ത് അത് വിജയിച്ചിരുന്നു. മീഡിയ വണ്ണിൻ്റെ കാലമായപ്പോൾ നമ്മുടെ സി ദാവൂദിൻ്റെയൊക്കെ ചർച്ച കണ്ടു കഴിഞ്ഞാൽ ആർക്കാണത്, എന്താണ് അവരുടെ രാഷ്ട്രീയം എന്ന് മനസ്സിലാവാത്തത്? അതുകൊണ്ട് അത് ജമാഅത്തെ ഇസ്ലാമിയെ അതിവേഗം എക്സ്പോസ്ഡ് ആക്കുകയും മനുഷ്യരെ ഇപ്പോൾ സെക്കുലറായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് അകറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. കേരളം അവർ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിനേക്കാൾ വലിയൊരു ഒരു ശക്തിയും ശത്രുവും ഒക്കെ ആയിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ അവതരിപ്പിക്കുന്നത് ആണ് പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റ്. അവരെ വലുതാക്കുകയാണ് അദ്ദേഹം സംഘപരിവാരനെ തൃപ്തിപ്പെടുത്തുകയാണോ അദ്ദേഹം? അതുവഴി ഇപ്പോൾ ഒരു സംഗതിയുണ്ട്, രണ്ടു കൂട്ടരെ ഒരേപോലെ വിമർശിക്കുക, മുസ്ലിം ഐഡൻറ്റിറ്റിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുക. അങ്ങനെ വിമർശിക്കുമ്പോൾ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ഒരു മൃദു ഹിന്ദുത്വം എന്നൊക്കെ വിളിക്കാവുന്ന വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുക. അതാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. സത്യത്തിൽ അദ്ദേഹം തന്നെ ചെയ്യുന്ന ഇത് ഒരു അടിസ്ഥാനപരമായ ആശയവ്യതിയാനം എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാം. പിണറായി വിജയന് പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയാൽ ഒരു താല്പര്യമില്ല, അദ്ദേഹത്തിന് വല്ലാതെ പിടിച്ചില്ല. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ കാരണം, അതായിരിക്കും. പക്ഷെ ചെയ്യുന്നത് മഹാമണ്ഡത്തരമല്ലേ? ഇതൊക്കെ പരിഹാസ്യമല്ലേ ഇത്? ഇവർക്കൊക്കെ അന്തിമവും അടിസ്ഥാനപരവുമായി ഒരു വിരോധമോ ആരോടാണ്? PDPയെ കൂടെ നിർത്തി വേദി പങ്കിടാനും PDPയുടെ വോട്ട് വാങ്ങാനും മടിയില്ലാത്ത പിണറായി വിജയൻ തരാതരം പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കൂടെ നിർത്തുകയും വോട്ട് വാങ്ങുകയും ചെയ്ത CPM, SDPIയുടെ പിന്തുണയ്ക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് മദനിയുടെ കൂടെ വേദി പങ്കിട്ട പിണറായി വിജയൻ. തീർച്ചയായിട്ടും. അപ്പോൾ എത്ര നിലപാടുകൾ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുമിച്ച് കെട്ടിയിട്ട് വിമർശിക്കാനാവുക?
ഇതാണ് പ്രധാനപ്പെട്ട ലീഗിൻ്റെ ഒരു മതേതര സ്വഭാവത്തെ പിണറായി വിജയൻ എന്താ പറയുക പുച്ഛിക്കുകയാണ്. പിണറായി വിജയന് മുസ്ലിം ലീഗിനോടൊന്നല്ല ആരോടെങ്കിലും ഒരു നിലപാടെടുക്കുന്നതിൽ മതേതരത്വവും ജനാധിപത്യവും ഒന്നും പ്രധാനമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് അപ്പോഴത്തെ രാഷ്ട്രീയ താല്പര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതുവരെ മുസ്ലിം ലീഗിനെ UDF നിന്ന് അടർത്തിയെടുത്തിട്ട് LDF പിന്തുണയിലേക്ക് കൊണ്ടുവന്ന് ഒരു ടേം കൂടി ഭരിക്കാമെന്ന സ്വപ്നം എവിടെയോ വെച്ച് പതുക്കെ മങ്ങിത്തുടങ്ങുന്നുണ്ട് എന്ന് മാത്രമേ നേർക്കുനേരെ ഞാൻ അർത്ഥമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ഈ പോക്ക് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFന് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF വിട്ടുപോരാനുള്ള ലീഗിൻ്റെ സാധ്യതയും ഏറെക്കുറെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതോ ഒരു സമയത്ത് ലീഗിന് തീവ്രവാദ സ്വഭാവം കൈവന്നിട്ടുണ്ട്. ലീഗിന് തീവ്രവാദ സ്വഭാവം കൈവന്നു എന്ന് ഞാനിപ്പോൾ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നില്ല. പക്ഷേ ലീഗ് കമ്മിറ്റികളിൽ പോലും നടക്കുന്ന ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ലീഗ് അതിൻ്റെ വഴി വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വിട്ടുപോയാൽ ലീഗ് ഉണ്ടാവില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന ഒരു നിലയിൽ നിന്ന് വിട്ടുപോയാൽ അതുകൊണ്ട് മാത്രമാണ് ലീഗ് പിടിച്ചു നിന്നത്. ലീഗിൻ്റെ ഒരേ ഒരു ബലം അതാണ്. അത് കളയില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പാണക്കാട് സന്ദീപ് വാര്യരും പോയതായിരിക്കും അല്ലേ? പാണക്കാട് തങ്ങളെ കാണാൻ ചെല്ലാത്തവരാരാണ് കേരള രാഷ്ട്രീയത്തിൽ? അത് വലിയ കുറ്റം. അത് UDFിലേക്ക് കടന്നു ചെന്ന, കോൺഗ്രസിലേക്ക് കടന്നു ചെന്ന ഒരു നേതാവ് ആരാവട്ടെ, സന്ദീപ് വാര്യർ ആരാവട്ടെ, പാണക്കാട് തങ്ങളെ പോയി കണ്ടത് ഇന്നലെ വരെ തെറി പറഞ്ഞ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പാണക്കാട് തങ്ങളെ പോയി കാണാത്തത്? അന്തമില്ലാത്ത, പലപ്പോഴും നിലപാടില്ലാത്ത വസ്തുതകൾ പറയുന്നത് സ്വയം പരിഹാസ്യരാവുകയാണ്. അദ്ദേഹം ആ പ്രസ്താവനയൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. എന്തായാലും രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് സ്നേഹമാണ്. സ്നേഹം പടരട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.